കുണ്ടറ ആലീസ് വർഗീസ് വധക്കേസിൽ പ്രതിയെന്ന് സംശയിക്കപ്പെട്ട ഗിരീഷ് ജയിലിൽ കഴിയവെ നേരിട്ടത് നിരവധി ശാരീരിക പീഡനങ്ങൾ. കസ്റ്റഡിയിലിരിക്കെ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിൽ കാലുകളും നടുവും ഒടിച്ചു. പോലീസ് കുറ്റം സമ്മതിപ്പിച്ചത് മർദ്ദിച്ചാണെന്നും ഗിരീഷ് ആരോപിക്കുന്നു. 10 വർഷത്തിനു ശേഷം ഹൈക്കോടതി നിരപരാധിയെന്ന് കണ്ടെത്തിയതോടെയാണ് കഴിഞ്ഞ ദിവസം ഗിരീഷ് ജയിൽ മോചിതനായത്. ഗിരീഷിനെ കുറ്റവിമുക്തനാക്കിയ അതേസമയം കേസിൽ അപ്പീൽ നൽകാനാണ് സർക്കാരിന്റെ നീക്കം. പത്ത് വർഷമാണ് ചെയ്യാത്ത കുറ്റത്തിന് ഗിരീഷ് എന്ന ചെറുപ്പക്കാരന് ജയിലിൽ കഴിയേണ്ടി വന്നത്. 2013 ജൂൺ 22-നാണ് കേസിന് ആസ്പദമായ സംഭവം. കവർച്ചയ്ക്കിടെ കുണ്ടറ സ്വദേശിനിയായ ആലീസിനെ കഴുത്തറുത്ത് കൊന്നു. പിന്നെ ബലാത്സംഗവും. ഈ കേസിലായിരുന്നു വിചാരണ തടവുകാരനായി ഗിരീഷ് 10 വർഷം ജയിലിൽ കഴിഞ്ഞത്. പെറ്റ കേസുകളിൽ പ്രതിയായിരുന്ന ഗിരീഷിന്റെ മേൽ കൊലക്കുറ്റം ബോധപൂർവം ചുമത്തുകയായിരുന്നുവെന്ന് ഹൈക്കോടതി കണ്ടെത്തി. സമാനതകളില്ലാത്ത ദുരിതമാണ് ഈ കാലയളവിൽ ഗിരീഷ് അനുഭവിച്ചതെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ഗിരീഷിന് 5 ലക്ഷം രൂപ സർക്കാർ നഷ്ടപരിഹാരവും നൽകണം. ഈ മനോജ് എന്ന് പറഞ്ഞ SI ആണ് പറഞ്ഞത് ഞാൻ കുറ്റം സമ്മതിച്ചത്. എന്നിട്ട് നേരെ എന്നെ കൊണ്ടുപോയത് SP ഓഫീസിലാണ് കൊട്ടാരക്കര. അവിടെ കൊണ്ടുപോയി അവരൊക്കെ ആവശ്യത്തിന് ഒരു വലിയ റൂമിൽ കൊണ്ട് നടുക്കിരുത്തിയിട്ട് വളഞ്ഞിട്ട് ഇടിച്ച്. എന്നിട്ട് നേരെ കുണ്ടറ കൊണ്ടുവന്ന് ഇടിച്ച്. എന്നിട്ട് കുണ്ടറ CO ഓഫീസിനകത്ത് കയറ്റി 2 കിലോ കട്ടിയില്ലേ 2 കിലോയുടെ തൊട്ട് ഫ്രണ്ടിലത്തെ കടയിൽ ആ കടക്കാരെ പോണ്ടെന്നില്ല. കടക്കാരൻ എനിക്കൊരു പൊക്കമുള്ള ആളാണ് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങേര് പേടിച്ച് പടി കൊണ്ട് തന്നു. ഒരു ന്യൂസ് പേപ്പർ, ഒരു ഷീറ്റ് ന്യൂസ് പേപ്പറിനകത്ത് പൊതിഞ്ഞിട്ട് ഒരു 10-15-20 ഇടി ഇടിച്ചെന്നെ. അതിന് എനിക്ക് ശ്വാസം വിടാൻ വയ്യ കുറേ നേരം. പിന്നെ നടക്കാൻ വയ്യായിരുന്നു. എൻ്റെ കൈ ചവിട്ടി ലാത്തിക്ക് അടിച്ചും കൈ ചവിട്ടി ഓടിച്ച് കൈ ഇത്രയും നീരുണ്ടായിരുന്നു. അന്ന് പേരേത്ത് ആശുപത്രിയിലാണ് ഒരു ലേഡി ഡോക്ടറാണ് ഇത്രയും ഒരു സിറിഞ്ച്, ഈ സിറിഞ്ചിന് 5 സിറിഞ്ച് 6 സിറിഞ്ച് ബെൽഡും പഴുപ്പ് കൂടെയാണ് കുത്തിയെടുത്ത്. ഇതിൻ്റെ ഇടയിൽ കൂടി കുത്തിയെടുത്ത് അവർ പറഞ്ഞു ഇത് എവിടെയെങ്കിലും കൊണ്ട് കാണിക്കല്ലേ കൈ പോക്കാമെന്ന് പറഞ്ഞു. ഇത് അവർ പോലീസുകാരനെ ക്രൂരമായി മർദ്ദിച്ചിട്ട് എന്നെ വെറുതെ ഒരു കൊലക്കേസിൽ കുറ്റം സമ്മതിപ്പിച്ചതാണ്. ഇത് ഈ 11 എൻ്റെ പിന്നിൽ ആളില്ലായിരുന്നു. എന്നെ സംരക്ഷിക്കാൻ ആളുണ്ടായിരുന്നു, അവർ ചെയ്യത്തില്ല. കഴുത്തറക്കാൻ ഉപയോഗിച്ചെന്ന് മഹസറിൽ പറയുന്ന കത്തിയുടെ നീളവും കോടതിയിൽ ഹാജരാക്കിയതും തമ്മിൽ 2 സെന്റിമീറ്റർ വ്യത്യാസം. പ്രതി വീട്ടിലെത്തിയതിന് യാതൊരു തെളിവുമില്ല. ഈ തെളിവുകളൊന്നും നിലനിൽക്കുന്നതല്ലെന്ന് ഹൈക്കോടതി കണ്ടെത്തി. അഭിഭാഷകനെ വെക്കാനുള്ള പണമില്ലാത്തതിനാൽ ലീഗൽ സർവീസ് അതോറിറ്റിയാണ് അഭിഭാഷകൻ സുനിലിനെ ഗിരീഷിന്റെ വക്കാലത്ത് നൽകിയത്. ഗിരീഷ് നിരപരാധിയാണെന്ന് തുടക്കം മുതൽ ഉറപ്പായിരുന്നുവെന്ന് അഭിഭാഷകൻ പറഞ്ഞു. കാരണം ഒരു ഫോൾട്ടി ഇൻവെസ്റ്റിഗേഷൻ, ഒരു കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോലെസ് അല്ല എന്ന് ടോട്ടലി ഫ്ലോപ്പ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടന്നതാണ്. അപ്പോൾ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ, അപ്പീൽ പോകാതിരുന്നു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ഫ്ലോപ്പായിരുന്നു, യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അംഗീകരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സർക്കാർ അപ്പീൽ പോകണമെന്ന് പറയുന്നത്. കേസിൽ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തണമെന്ന ആവശ്യവുമായി ആലീസിന്റെ ബന്ധുക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കൊല്ലം.